بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും ഇനിയുള്ള കാലത്ത് ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കുടുംബവുമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു എത്തിച്ചു തരട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മൾ എല്ലാവരും നിലകൊള്ളുന്നത്. അനുഗ്രഹീത റജബ്, പുണ്യ റജബ് എന്നൊക്കെ ഒരു സാധാരണ മലയാള പ്രയോഗത്തിൽ ഈ മാസത്തെ നാം കേൾക്കുകയും അറിയുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അക്ഷരത്തിലും അർത്ഥത്തിലും അനുഗ്രഹീതമാണ് റജബ്. റജബ് ബറക്കത്തുള്ള മാസമാണ്. ആവർത്തിക്കുന്നില്ല. നിസ്കാരത്തിന്റെ നിർബന്ധിത കൊണ്ടും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ പല സംഭവ വികാസങ്ങളുടെ സാന്നിധ്യം കൊണ്ടും റജബ് അനുഗ്രഹീതമാണ് എന്നതിൽ തർക്കമില്ല. ഇതിലെല്ലാം ഉപരി പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് ഒരു വർഷം 12 മാസം എന്ന സമയ സംവിധാനത്തെ അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയും നമുക്ക് നിശ്ചയിച്ചു തരികയും ചെയ്തപ്പോൾ അന്ന് മുതൽക്കേ റജബ് പവിത്രമാണ് എന്നത് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യവുമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും എന്ന ഒരു പ്രയോഗത്തിലൂടെ ഖുർആൻ അത് നമ്മുടെ മുന്നിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ റജബ് പവിത്രമാണ്, റജബ് അനുഗ്രഹീതമാണ്, റജബ് ബറക്കത്താണ്. അടിസ്ഥാനപരമായി ഈ മാസത്തിന്റെ സമയത്തിനും ഈ മാസത്തിലെ ദിവസങ്ങൾക്കും ഒരു ബറക്കത്ത് എന്ന പ്രത്യേകത ഉണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചില പ്രവർത്തനങ്ങൾ ബറക്കത്തുള്ള പ്രവർത്തനങ്ങൾ ആണ് എങ്കിൽ ആ ബറക്കത്തുള്ള പ്രവർത്തനങ്ങൾ റജബ് മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചെയ്യുകയും ആണെങ്കിൽ ബറക്കത്ത് ഇരട്ടിയാകും എന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ ജീവിതത്തിലെ വളരെ ബറക്കത്തുള്ള ഒരു പ്രവർത്തനമാണ് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം. പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ വളരെ ബറക്കത്തുള്ള ഒരു പാരായണമാണ് സൂറത്ത് യാസീൻ എന്ന അധ്യായം പാരായണം ചെയ്യൽ. ഇത് ആർക്കും സാധ്യമാകുന്ന ഒരു കാര്യമാണ്. റജബ് മാസത്തിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ ഇരട്ടി ബറക്കത്തുകളാണ് നമുക്ക് കിട്ടുന്നത്. യാസീൻ ഓതി അള്ളാഹുവോട് ദുആരക്കുക എന്ന ഒരു ശീലവും കൂടി ഈ റജബ് മാസത്തിൽ ഉണ്ടെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെടലായി, സൂറത്ത് യാസീൻ എന്ന് പറയുന്ന ബറക്കത്തിന്റെ അധ്യായവുമായി ബന്ധപ്പെടലായി, അതുപോലെ തന്നെ നമുക്ക് നാളത്തേക്ക് സമ്പാദിക്കാൻ ആത്മീയമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള യാസീൻ എന്ന അധ്യായത്തിന്റെ മാസ്മരികമായ ആ ഒരു പദവിന്യാസത്തോട് നാം ഒരു ബന്ധപ്പെടലായി, ഇങ്ങനെ പലതും നമുക്ക് നേടാൻ കഴിയുകയാണ്. ഞാൻ അതിന്റെ ചെറിയ ഒരു വിശദാംശത്തിലേക്ക്, അതായത് സൂറത്ത് യാസീൻ പാരായണവുമായി ബന്ധപ്പെട്ട് ഈ റജബ് മാസത്തിൽ നമുക്ക് വ്യാപൃതരാവണം. അതിലേക്ക് ഉപോത്ബലകമായ സൂറത്ത് യാസീനിന്റെ ചില മഹത്വങ്ങൾ പറയപ്പെടുന്ന പരിശുദ്ധമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അങ്ങനെ നടത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബ് സൂറത്ത് യാസീന്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചു തരട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് യാസീനും സൂറത്തുൽ മുൽക്കും നമുക്ക് വളരെ സുപരിചിതവും നിത്യജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളിൽ ഇവയുടെ പാരായണവും ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. മിക്കവാറും യാസീനും തബാറക്കെ ഓതാത്ത ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും അത് ഓതുന്നവരൊക്കെ തന്നെയാണ്. ഈ 2 അധ്യായങ്ങൾക്ക് ഇടയിൽ സമാനതകൾ പുലർത്തുന്ന ഒരു ബന്ധം ഉണ്ട്. സൂറത്ത് യാസീനും സൂറത്തുൽ മുൽക്കും തമ്മിലുള്ള സമാനതകളുടെ ആ ബന്ധം, യാസീൻ അവസാനിക്കുന്നത് ഏതൊരു ആയത്തിന്റെ ആശയത്തിൽ ആണോ അതേ ആശയത്തിലാണ് സൂറത്തുൽ മുൽക്ക് ആരംഭിക്കുന്നത്. യാസീൻ നിർത്തിവെച്ചോടുത്തുന്ന മുൽക്ക് തുടങ്ങുന്നത് എന്ന് പറയും പോലെ യാസീൻ അധ്യായത്തിന്റെ അവസാനത്തെ ആയത്ത് ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വ ഇലൈഹി തുർജഊൻ എന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കയ്യിലാണ് സർവ നിയന്ത്രണങ്ങളും എന്ന അർത്ഥം വരുന്ന എല്ലാ സൃഷ്ടിചരാചരങ്ങളുടെയും സർവനിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നാണ് പറയുന്നത്. എന്നാൽ സൂറത്തുൽ മുൽക്ക് തുടങ്ങുന്നത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ബിയദിഹിൽ മുൽക്കു എന്ന സൂറത്തുൽ മുൽക്കിലും ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ എന്ന സൂറത്ത് യാസീനിലും ഇത് രണ്ടും ഒന്നാണ്. സർവ സൃഷ്ടികളിലെയും സർവാധികാരം അള്ളാഹുവിലാണ്.
ഇവിടെ ഈ 2 ആയത്തുകൾക്കാണ് ഈ അധ്യായത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം എന്ന് മഹാനായ ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്ന, മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്ന തഫ്സീറിൽ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതായത് സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ അധ്യായമാണ്, ആദ്യത്തെ ആയത്താണ് സൂറത്തുൽ മുൽക്കിലെ ആ മഹത്വത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്തു നിൽക്കുന്നത്. സൂറത്ത് യാസീനിന്റെ അവസാനത്തെ ആയത്താണ് സൂറത്ത് യാസീനിന്റെ മഹത്വം പറയുന്നതിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കേട്ടോളൂ ഉദ്ധരണി: കുന്തു ലാ അഅലമു മാ റുവിയ ഫീ ഫളി യാസീൻ വഖിറാഅതിഹാ കൈഫ ഖസ്സത് ബിഹി ഫഇദൻ അന്നഹു ലിഹാദിഹിൽ ആയ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സൂറത്ത് യാസീൻ ഇത്രയും മഹത്വം ഉണ്ട് എന്ന് പറയപ്പെടുന്നിടത്ത് യാസീനിലെ ആയത്തുകളെ ഞാൻ പരിധിയപ്പോൾ പ്രത്യേകത തോന്നിയിട്ടുള്ള, ഇതിന്റെ മഹത്വം ഇത്രയും ഉണ്ട് എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്നെനിക്ക് ബോധ്യമായിട്ടുള്ള ഒരു ആയത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് സൂറത്ത് യാസീനിന്റെ അവസാനത്തെ ആയത്താണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി റൂഹുൽ ബയാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഫസ്സിറു ഹാദിഹി സൂറത്തി ഫി അവ്വലിഹാ കമാ അന്ന സിർറഹാ യാസീൻ ഫി ആഖിരിഹാ വഹുവ ഖൗലുഹു ഫസുബ്ഹാനല്ലദീ വലിദാ തുഖറഉ ഇൻദൽ മുഹ്തദിരി ലിഅന്ന വഖ്തൽ മൗതി ഖബലുൽ മലകൂത്തില്ലദീ ഹുവ അർറൂഹു വഹുവ ബിയദിഹി തആല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. സൂറത്ത് യാസീനിന്റെയും സൂറത്തുൽ മുൽക്കിന്റെയും ഇടയിലെ ഒരു വലിയ പരസ്പര ബന്ധം, ഒരു സമാനതകൾ പുലർത്തുന്ന ഒരു ബന്ധം മുൽക്കിന്റെ ആദ്യത്തെ ആയത്തും യാസീന്റെ അവസാനത്തെ ആയത്തുമാണ് എന്ന് പറഞ്ഞ ആ തത്വം റൂഹുൽ ബയാന്റെ തഫ്സീർ വരികളിൽ ഇങ്ങനെ വായിച്ചതാണ്. അല്ലാഹു തആല യാസീൻ എന്ന ഈ അധ്യായത്തിന്റെ മഹത്തായ എല്ലാ ലക്ഷ്യത്തിലേക്കും എത്തിപ്പെടാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. റജബ് മാസത്തിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്ന ആൾക്ക് നമുക്ക് മനസ്സിലാക്കാം, ഇരട്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന ഇരട്ടി 10 ആവാം, 100 ആവാം, 70 ആവാം, 700 ആവാം, 7000 ആവാം, ഇരട്ടി എന്ന രീതിയിലാ നന്മകൾക്ക് പ്രതിഫലം. എന്നാൽ യാസീൻ അധ്യായം പാരായണം ചെയ്യുന്ന ആൾക്ക് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 10 ബറക്കത്താണ് യാസീനിൽ. അതായത് ഒരു ബറക്കത്തിന്റെ 10 ഇരട്ടിയാണ് യാസീനിലൂടെ നമുക്ക് കിട്ടുന്നത്. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്ന 10 ബറക്കത്തുകളെ കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവിയുടെ റൂഹുൽ ബയാൻ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് യാസീനിലെ ബറക്കത്തിനെ കുറിച്ച് കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഒന്നുകൂടി പറയുകയാണ്, റജബ് മാസത്തിൽ ഈ അധ്യായം ജീവിതത്തിന്റെ ഭാഗമാക്കണം. 10 ഇരട്ടി ബറക്കത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹദീസിലേക്ക് കടന്നു വരാം. ഇഖ്റഉ യാസീൻ ഫഇന്ന ഫിഹാ 10 ബറക്കാത്ത്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എല്ലാവരും യാസീൻ ഓതണം, കാരണം അതിൽ 10 ബറക്കത്ത് ഉണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 ബറക്കത്ത്, 10 ഇരട്ടി ബറക്കത്ത് നമുക്ക് കിട്ടുന്നത് യാസീൻ ഓതിയാൽ മതി. അതിൽ ഒന്നാമത്തെ ബറക്കത്ത് കേട്ടോളൂ: മാ ഖറഅഹാ ജാഇഉൻ ഇല്ലാ സുബിആ. ഒരു വിശപ്പുള്ളവൻ അവന്റെ വിശപ്പ് മാറ്റാനുള്ള പരിഹാരമായി യാസീൻ ഓതിയാൽ മതി. അവന്റെ വിശപ്പ് മാറാനുള്ള പരിഹാരത്തെ അള്ളാഹു എത്തിച്ചു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ദാരിദ്ര്യമുള്ള ആള്, കുടുംബം പുലർത്താൻ കഴിവില്ലാത്ത ആള്, പട്ടിണി ഭയക്കുന്ന ആള് യാസീൻ പാരായണം ചെയ്ത് അള്ളാഹുവിലേക്കാണ് ഏൽപ്പിക്കുക. പടച്ചോൻ അതിന് പരിഹാരം കാണും. വിശക്കുന്നവന്റെ വിശപ്പടക്കാനുള്ള മാർഗം യാസീൻ പാരായണം മുഖേന അള്ളാഹു എത്തിക്കും. ഒന്നാമത്തെ ബറക്കത്ത്. രണ്ടാമത്തെ ബറക്കത്ത് വസ്ത്രമില്ലാത്തവന് വസ്ത്രം ലഭിക്കാൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക വഴി സാധ്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സൂറത്ത് യാസീന്റെ മൂന്നാമത്തെ ബറക്കത്ത് വമാ ഖറഅഹാ അഅ്സബു ഇല്ലാ തസവ്വജ്. വിവാഹ ആലോചനകൾ പലതും നടക്കുന്നുണ്ട്, പക്ഷെ വിവാഹമൊന്നും ശരിയാകുന്നില്ല. ആലോചനകൾ നടക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. ഒരുപാട് അന്വേഷിച്ചു, ഒരു കല്യാണമേ നടന്നിട്ടില്ല. നമ്മുടെ അടുത്ത് സ്ഥിരം പലരും പറയുന്ന ഒരു പരാതിയാണ്, മക്കളുടെ വിവാഹം നടക്കുന്നില്ല. ദ്വാരക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിവാഹാലോചനകൾ പലതും നടന്നു, പക്ഷെ വിവാഹത്തിലേക്ക് എത്തുന്നില്ല. അതൊന്നും അങ്ങോട്ട് ശരിയാവണില്ല, അല്ലെ? റസൂലുള്ളാഹി പറഞ്ഞു, അവിവാഹിതന്റെ വിവാഹം ശരിയാവാൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ, യാസീൻ പാരായണം ചെയ്യുക വഴി സാധ്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സൂറത്ത് യാസീനിന്റെ മൂന്നാമത്തെ ബർക്കത്ത് അതാണ്. അവിവാഹിതന്റെ വിവാഹം ശരിയാവാൻ സൂറത്ത് യാസീന്റെ പാരായണം വഴി സാധ്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പെട്ടെന്ന് പറയാം, സൂറത്ത് യാസീന്റെ നാലാമത്തെ ബർക്കത്ത് വമാ ഖറഅഹാ ഖായിഫുൻ ഇല്ലാ ഉമിന. ഒരു ഭയം തോന്നുന്ന സന്ദർഭത്തിൽ സൂറത്ത് യാസീൻ ഓതുക വഴി ഭയം അകറ്റാമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീനിന്റെ നാലാമത്തെ ബറക്കത്ത് അതാണ്. ഇനി കേട്ടോളൂ, സൂറത്ത് യാസീനിന്റെ അഞ്ചാമത്തെ ബറക്കത്ത് വമാ ഖറഅഹാ മസ്ജൂൻ ഇല്ലാ ഫുരിജ. കാരാഗ്രഹത്തിൽ പെട്ടുപോയവൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെണിയിൽ അകപ്പെട്ടുപോയവൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ജയിൽ മോചിതനായി വരാൻ വേണ്ടിയിട്ട് സൂറത്ത് യാസീൻ ഓതിയാൽ മതി. ജയിൽവാസി സൂറത്ത് യാസീൻ ഓതിയാൽ മതി. അതുവഴി സാധ്യമാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീനിന്റെ അഞ്ചാമത്തെ ബറക്കത്ത് അതാണ്. സൂറത്ത് യാസീന്റെ ആറാമത്തെ ബറക്കത്ത് വമാ ഖറഅഹാ മുസാഫിറുൻ ഇല്ലാ ഉഈന അലാ സഫരിഹി. ഒരു യാത്ര പോകുന്നവൻ യാത്രയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ യാത്രയിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളും പ്രയാസങ്ങളും ഈ യാസീൻ ഓതുക വഴി അല്ലാഹു തആല പ്രതിരോധിക്കും, അല്ലാഹു അത് മാറ്റിക്കൊടുക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീനിന്റെ ആറാമത്തെ ബർക്കത്ത് അതാണ്. സൂറത്ത് യാസീന്റെ ഏഴാമത്തെ ബർക്കത്ത് വമാ ഖറഅഹാ റജുലുൻ ളല്ലത ലഹു ളല്ലതു ഇല്ലാ വജദഹാ. എന്തെങ്കിലും ഒരു സാധനം നമ്മുടേത് കളഞ്ഞു പോയി, കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എവിടെ വെച്ചെന്ന് ഓർക്കുന്നില്ല. വിലപിടിപ്പുള്ള ഒരു വാച്ച്, അല്ലെങ്കിൽ ഒരു മാല, അല്ലെങ്കിൽ ഒരു വള, സ്വർണ്ണാഭരണമാണ്, എവിടെയോ കളഞ്ഞുപോയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടതോ എവിടെയാ വെച്ചെന്ന് ഓർക്കുന്നില്ല, കാണാതെ പോയതോ ആയ സാധനങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക വഴി അത് സാധ്യമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാസീൻ അധ്യായത്തിന്റെ ഏഴാമത്തെ ബർക്കത്ത് അതാണ്. സൂറത്ത് യാസീനിന്റെ എട്ടാമത്തെ ബർക്കത്ത് വമാ ഖുരിഅത ഇൻദ മയ്യിത്തിൻ ഇല്ലാ ഖുഫിഫ അൻഹു. ഒരു മരണാസന്നനായ മനുഷ്യന്റെ അടുത്ത് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അയാൾക്ക് ആ മരണവേദനയും മരണക്കെടുതിയും ഒക്കെ ഈ യാസീൻ ഓതുക വഴി അത് എളുപ്പമാവും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീനിന്റെ എട്ടാമത്തെ ബർക്കത്ത് അതാണ്. സൂറത്ത് യാസീനിന്റെ ഒൻപതാമത്തെ ബർക്കത്ത് വമാ ഖറഅഹാ അത്ശാനു ഇല്ലാ റുവിയ. ഒരു ദാഹമുള്ളവൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ദാഹമുള്ളവന്റെ ദാഹം വരെ ശമിക്കാൻ അതുവഴി സാധ്യമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീനിന്റെ ഒൻപതാമത്തെ ബർക്കത്ത് അതാണ്. സൂറത്ത് യാസീന്റെ പത്താമത്തെ ബർക്കത്ത് വമാ ഖറഅഹാ മരീളുൻ ഇല്ലാ ബരിആ. രോഗമുള്ളവൻ യാസീൻ ഓതിയാൽ ആ യാസീൻ ഓതുന്നതിന്റെ രീതിയും അതിന്റെ നിയ്യത്തും ഒക്കെ അനുസരിച്ച് ആ രോഗം ഭേദമാവാൻ ഈ യാസീൻ ഓതുക വഴി സാധ്യം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീന്റെ പത്താമത്തെ ബർക്കത്ത് അതാണ്. ഈ 10 ബർക്കത്തുകളെ നമ്മൾ റജബ് മാസത്തിലേക്ക് കൊണ്ടുവരാൻ ഓരോ ദിവസവും പല പ്രാവശ്യം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. റജബിനെ മാനിച്ചുകൊണ്ട്, ഖുർആനുമായുള്ള ബന്ധത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ റജബ് മാസത്തിൽ നമുക്ക് ബർക്കത്ത് ഇരട്ടിയാക്കാം. അതിനുള്ള മാർഗങ്ങൾ ഇത്തരം അമലുകൾ ചെയ്യുക എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ യാസീനെ കുറിച്ച് ഒരു അല്പവും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുനാളെ മുതൽക്ക് ഏറ്റവും കേട്ടുകേൾവിയുള്ള ഒരു വാക്കാണ് യാസീൻ ഓതുക. യാസീൻ പഠിച്ചിട്ടുണ്ടോ? യാസീൻ ഓതാറുണ്ടോ? യാസീൻ ഓതിയില്ലേ എന്നുള്ളത്. ഈ യാസീൻ എന്ന ബന്ധം നമ്മുടെ ജീവിതത്തിൽ വലിയ കേട്ടുകേൾവിയും പഴക്കവുമുള്ള ബന്ധമാണ് യാസീൻ എന്ന ബന്ധം. എന്നാൽ ഈ അധ്യായത്തിന്റെ സവാബ്, ഇതിന്റെ പ്രതിഫലം കേട്ടാൽ പടച്ചോനെ, എന്താണ് അല്ലാഹു തആല ഇത് ഓതുന്നവന് കൊടുക്കുന്നത്? ഞാനൊരു അപേക്ഷ പറയട്ടെ. സൂറത്ത് യാസീൻ ചിലർക്ക് ഒരു ധൃതിപ്പണിയാണ്, ഒരു ധൃതിപ്പണി. ആ ധൃതിപ്പണിയല്ല സൂറത്ത് യാസീൻ. നല്ല അച്ചടക്കത്തോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടുകൂടെയും ഖുർആനാണെന്നുള്ള ആ ഒരു ഭവ്യതയോടുകൂടെയും. യാസീൻ എല്ലാവർക്കും മനപ്പാടായിരിക്കും, എന്നാലും ഒന്ന് നോക്കിയിരുന്നൊക്കെ ഓതണം. മുസഹഫിലേക്കൊക്കെ നോക്കുമ്പോൾ നോക്കിയിരിക്കുന്നു മുസഹഫിലേക്ക്, ആ കണ്ണ് കാണുന്ന ആ കാഴ്ചക്കും വേറെ ഒരു കൂലിയാ. മാത്രമല്ല ഒരു വേഗതയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല റാഹത്തായിട്ടിരുന്ന് ഓതണം സൂറത്ത് യാസീൻ. ഖുർആനിന്റെ ഹൃദയമെന്നാണ് ഹബീബ് ഈ അധ്യായത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. قال النبي صلى الله عليه وسلم إن لكل شيء قلبا وقلب القرآن ياسين. എല്ലാ സാധനങ്ങൾക്കും ഒരു ഹൃദയഭാഗമുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് വലിയ വലിയ പട്ടണത്തിന്റെ ഹൃദയഭാഗം ഇന്ന സ്ഥലമാണെന്ന്. ഗ്രാനഡ യൂണിവേഴ്സിറ്റി സ്പെയിനിന്റെ ഹൃദയഭാഗത്ത് എന്ന് പറയുന്ന ചരിത്ര വാക്കുകളൊക്കെ ചരിത്ര വായനയിൽ ശ്രദ്ധിച്ചു പോയിട്ടുണ്ട്. വലിയ വലിയ സ്ഥാപനങ്ങളെ ഇന്ന പട്ടണത്തിന്റെ ഹൃദയഭാഗം എന്നൊക്കെ പറയാറുണ്ട്. വലിയ വലിയ ബ്രിഡ്ജുകളെ, അതുപോലെ പലതും.
വലിപ്പമുള്ളതിനെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്നു, മഹത്വമുള്ളതിനെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഹൃദയം സൂറത്ത് യാസീനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഹൃദയമാകുന്ന യാസീൻ ആരെങ്കിലും പാരായണം ചെയ്യുമ്പോൾ, പടച്ചോനെ എനിക്ക് നീ കൂലി നൽകണേ എന്ന നീയത്താണ് എങ്കിൽ, യുരീദു ബിഹാ വജ്ഹല്ലാഹ്, അള്ളാഹുവേ നിന്റെ പൊരുത്തം എനിക്ക് വേണം, യാസീനോദാണ് ഞാൻ, റബ്ബിന്റെ പൊരുത്തം മാനിച്ചുകൊണ്ട് ആരെങ്കിലും യാസീൻ പാരായണം ചെയ്താൽ ഗുഫിറ ലഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപം പൊറുക്കാൻ യാസീൻ ഓതിയാൽ മതി. ഇമാം സാവി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്, മറ്റു മുഫസ്സിരീങ്ങൾ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്, ധാരാളം കിതാബുകളിൽ കാണാം. ഇനി കേട്ടോളൂ അടുത്തൊരു ഹദീസ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ ഖറഅ യാസീൻ കതബല്ലാഹു ലഹു ബിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്ത്. ആരെങ്കിലും പടച്ചോന്റെ പൊരുത്തം മാനിച്ചുകൊണ്ട് അള്ളാഹു കൂലി തരും, അള്ളാഹു നമ്മോട് സ്നേഹമുള്ളവനാകും, പടച്ച റബ്ബിന്റെ പൊരുത്തം കിട്ടും, അതിനുവേണ്ടി യാസീൻ ഞാൻ ഓതാണെന്ന് തീരുമാനിച്ച് അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് ഒരാൾ യാസീൻ ഓതിയാൽ, ഒരു പ്രാവശ്യം അവൻ യാസീൻ ഓതുമ്പോഴേക്കും യാസീൻ ഇല്ലാതെ ഖുർആനിലെ മറ്റ് 113 അധ്യായങ്ങളുള്ള ഭാഗം 10 വട്ടം ഓതിയ കൂലിയ കിട്ട എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ യാസീൻ ഒരു പ്രാവശ്യം ഓതിയാൽ, ഖുർആനിലെ സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം ഓതുമ്പോൾ സൂറത്ത് യാസീൻ ഒഴിച്ചുള്ള മറ്റ് 113 അധ്യായങ്ങൾ 10 പ്രാവശ്യം ഓതിയ കൂലിയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹുൽ ബയാൻ രേഖപ്പെടുത്തുന്നു, സാവി രേഖപ്പെടുത്തുന്നു, മറ്റു പലരും രേഖപ്പെടുത്തുന്നു. മറ്റൊരു ഹദീസ് കേട്ടോളൂ. വമൻ ഖറഅ യാസീൻ ഹീന യുസ്ബിഹു ഉഅതിയ യുസ്റ യൗമിഹി ഹത്താ യുംസിയ. ഇതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ രാവിലെ സുബഹി കഴിഞ്ഞിട്ട് സൂറത്ത് യാസീൻ ഓതിയാൽ നമുക്ക് ആ പകലിലെ ഞെരുക്കങ്ങളും ആ പകലിലുള്ള പ്രയാസങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. ഒരാളിനി സന്ധ്യാസമയത്തിന്റെ തുടക്കത്തിലാണ് യാസീൻ ഓതുന്നത് എങ്കിൽ, അതായത് മഗ്രിബ് കഴിഞ്ഞ ഉടനെ, വമൻ ഖറഅഹാ ഫീ സ്വദ്രി ലൈലത്തിഹി, രാത്രിയുടെ തുടക്കത്തിൽ ആരെങ്കിലും യാസീൻ ഓതി കഴിഞ്ഞാൽ, ഉഅതിയ യുസ്റ ലൈലത്തിഹി ഹത്താ യുസ്ബിഹ, സുബഹി വരെ ആ രാത്രിയിലെ എല്ലാ കെടുതിയും പ്രയാസങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് പുണ്യ നബി റൂഹുൽ ബയാൻ ഇത് രേഖപ്പെടുത്തുന്നു, സാവി രേഖപ്പെടുത്തുന്നു, മറ്റു പലരും രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ഹദീസ് കേട്ടോളൂ. ഹബീബ് പഠിപ്പിക്കുന്നു, ഇന്ന ഫിൽ ഖുർആനി ലസൂറത്തൻ തസ്ഫഉ ലിഖാരിഇഹാ വതഗ്ഫിറു ലിമുസ്തമിഇഹാ. ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്ത് യാസീൻ. അത് ഓതുന്നവന് നാളെ റബ്ബിന്റെ മുന്നിൽ ഷഫാഅത്തിനായി ഈ യാസീൻ എന്ന അധ്യായം വന്ന് സാക്ഷി പറയും. യാസീൻ എന്ന അധ്യായം ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ അത് ഓതുന്നവന് നാളെ ഷഫാഅത്തിനെ യോഗ്യമാക്കും. മാത്രവുമല്ല, മറ്റൊരാൾ ഓതുന്നത് കേട്ടിരിക്കുന്നവന്റെ പാപം പൊറുക്കുകയും ചെയ്യും. മറ്റൊരാൾ ഓതുന്നത് കേട്ടിരുന്നാൽ മതി, കേട്ടിരിക്കുന്നവന് പോലും പാപം പൊറുക്കും എന്ന് പുണ്യ നബി. അങ്ങനെ ഒരു അധ്യായം ഖുർആനിലുണ്ട്. അത് വഹി അലാ വഹിയ സൂറത്ത് യാസീൻ, അത് സൂറത്ത് യാസീൻ ആണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ. തുദുആ ഫിത് തൗറാത്തി, ഈ അധ്യായത്തിന്റെ കോർവയിൽ, ഈ ആശയത്തിൽ ഇതിന്റെ പരിപൂർണതയില്ലാത്ത ഒരു ഭാഗം, യാസീനോട് സമാനത പുലർത്തുന്ന ഒരു അധ്യായം തൗറാത്തിലുണ്ടായിട്ടുണ്ട്. തൗറാത്ത് പൂർണ്ണമല്ലല്ലോ, പൂർണ്ണമായത് ഖുർആനാ. അപ്പൊ ആ പരിപൂർണതയില്ലാത്ത അവസ്ഥയിൽ തന്നെ ഇതിനോട് സമാനതകൾ പുലർത്തുന്ന ഇതുപോലത്തെ ഒരു അധ്യായം തൗറാത്തിൽ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേര് മുഇമ്മ എന്നാണ്. മുഇമ്മ, സൂറത്തുൽ മുഇമ്മ എന്നായിരുന്നു. ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ മുഇമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ മുഇമ്മ എന്ന് പറഞ്ഞാൽ എന്താ? തൗറാത്തിൽ അങ്ങനത്തെ ഒരു പേര് അതിനുണ്ടായിരുന്നു അല്ലേ? എന്താണ് അതിന്റെ അർത്ഥം? റസൂലുള്ളാഹി പറഞ്ഞു, തഉമ്മു ലിസ്വാഹിബിഹാ ബിഖൈരിദ് ദുനിയാ, ദുനിയാവിന്റെ ഖൈറുകൾ ഇത് ഓതുന്ന ആൾക്ക് വ്യാപകമായി കിട്ടും. ദുനിയാവിന്റെ ഖൈർ ഇത് ഓതുന്ന ആൾക്ക് ആ ഒരു സ്വഭാവം ഈ അധ്യായം പാരായണം ചെയ്യുക വഴി ആ ഒരു കാര്യം സാധ്യമാകും. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് തൗറാത്തിൽ അള്ളാഹു നാമകരണം ചെയ്തത് ഈ അധ്യായത്തിന് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, ഇത് ഓതുന്നവനെ തൊട്ട് അള്ളാഹു എല്ലാ ആപത്ത് മുസീബത്തുകളെ തടയും. മാത്രവുമല്ല, ഈ അധ്യായത്തിന് പൂർവീകരായ മഹാന്മാരായ അമ്പിയാക്കളുടെ വേദഗ്രന്ഥങ്ങളിൽ സൂറത്തു ദാഫിഅ, സൂറത്തുൽ ഖാദിയ എന്നൊക്കെ പേരുണ്ടായിരുന്നു. സൂറത്തു ദാഫിഅ എന്ന് പറഞ്ഞാൽ
അപകടങ്ങളെ, വിഷമങ്ങളെ പ്രതിരോധിക്കുന്നു എന്ന അർത്ഥത്തിൽ. സൂറത്തുൽ ഖാദിയ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ. ഈ രീതിയിൽ സൂറത്ത് യാസീൻ മുൻഗാമികളിൽ ഈ പൂർണ്ണത ലഭിച്ച പോലെ, ഖുർആനിൽ വന്ന പോലെ അല്ലെങ്കിൽ പോലും ഇതിനോട് സമാനതകൾ പുലർത്തുന്ന അപൂർണമായ അവസ്ഥയിലും തൗറാത്ത് പോലെയുള്ള വേദങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഇതിന്റെ മഹത്വം ഇതുപോലെ തന്നെ അവിടെയും കാണാനുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തദ്ഫഉ അൻ സാഹിബി കുല്ലി സൂഇൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സൂറത്ത് യാസീന്റെ ഈ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് റജബ് മാസത്തിൽ പാരായണം ചെയ്യാം. ഇരട്ടി ബറക്കത്ത് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകിയെത്തും. 10 ഇരട്ടി ബറക്കത്താ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പെട്ടെന്ന് പറയാം. സൂറത്ത് യാസീനിന്റെ ഒരു പ്രധാന റോള് മരണവുമായി ബന്ധപ്പെട്ടാണ് സാധാരണ നമ്മൾ കാണാറ്. ചില ആളുകൾ പറയും മരിച്ച യാസീൻ ഓതണ്ടെന്നൊക്കെ. അത് വിവരമല്ലാറ്റ് പറയുന്ന ഫഖറു ഇൻദ മൗതാക്കും സൂറത്ത് യാസീൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണം ആസന്നമാകുന്ന ആ സമയം മുതൽക്ക് സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മരിച്ച പിന്നെ എന്തായാലും ഓതണം. ഒരു മരണം നടന്നോടത്ത് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക വഴി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. യാസീൻ എന്നുള്ള ഖുർആന്റെ ഏത് ഭാഗവും ഓതാം. അത് ഇസ്ലാമിക കർമ്മശാസ്ത്രം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പരിശുദ്ധമായ ഹദീസിന്റെയും പരിശുദ്ധമായ ഇജ്മാഇന്റെയും ഖിയാസിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ ഫുഖഹാ അത് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് മരിച്ചോടത്ത് ഓതുക എന്നുള്ളത്. ഏതായാലും മരണാസന്നന്റെ മുന്നിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ അയാൾക്ക് ആ യാസീൻ കേൾക്കാൻ കഴിയുന്ന അവസ്ഥയാണെങ്കിൽ യാസീൻ കേൾക്കുക വഴി അയാൾക്ക് ഒരുപാട് നേട്ടമുണ്ടാവും. ആർക്ക്? മരണാസന്നനായ ഒരു മുസ്ലിമായ മനുഷ്യന് യാസീൻ കേട്ടാണ് മരിക്കാൻ കഴിയുന്നെങ്കിൽ ഒരുപാട് നേട്ടം ഈ കേട്ട് മരിക്കുന്ന ആൾക്കുണ്ട്. ഓതുന്ന ആൾക്ക് ഓതിയ കൂലി കിട്ടും. അത് കേൾക്കുന്ന ആൾക്ക് പാപം പൊറുക്കുന്ന കുറച്ചും ഒരു ഹദീസ് പറഞ്ഞത്. ഒരു മരണാസന്നന്റെ മുന്നിലാണ് ഈ യാസീൻ പാരായണം ചെയ്യുന്നതെങ്കിൽ അയാൾ അത് കേൾക്കുന്നുണ്ട് എങ്കിൽ കേൾക്കുക വഴി അയാൾക്ക് ഒരുപാട് നേട്ടമുണ്ട് ഈ മരണാസന്നന്. ഇന്റെ വക പറയല്ല, മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നത് കണ്ടോളൂ. ഒരു മനുഷ്യൻ മരണാസന്നനാവുമ്പോൾ അവന്റെ ശരീരത്തിന്റെ സർവ്വ ആരോഗ്യവും പോവും, എല്ലാ അവയവങ്ങളും ദുർബലമാകും. ആ സമയത്ത് വലാകിനിൽ ഖൽബു യകൂനു മുഖ്ബിലൻ അലല്ലാഹി ബികുല്ലിയതിഹി, പടച്ചോൻ എന്ന വിചാരത്തിലേക്ക് ശരീരം മുഴുവൻ തകർന്ന് കുഴഞ്ഞ് മരണത്തിലേക്ക് ഇങ്ങനെ വഴുതി പോകുമ്പോൾ എല്ലാ അവയവങ്ങളും ദുർബലമാകുന്ന അവസരത്തില് മരണാസന്നന്റെ ഹൃദയം അള്ളാഹുവിലേക്ക് മുന്നിടുകയാണ്. പടച്ചോനെ എന്ന വിചാരത്തിലേക്ക് എത്തും. മരിക്കൂന്ന് ഉറപ്പാകുമ്പോ അള്ളാഹ് എന്ന വിചാരത്തിലേക്ക് ഈ ഹൃദയം അങ്ങ് എത്തുന്ന സമയത്ത് യാസീൻ ഓതുന്ന ശബ്ദം എങ്ങാനും കേട്ട് കഴിഞ്ഞാൽ സൂറത്തുൽ കരീമ, ഈ യാസീൻ എന്ന അധ്യായം പാരായണം ചെയ്യുന്നത് ആ മരണാസന്നൻ കേൾക്കുക വഴി തസ്ദാദു ഖുവ്വത്തു ഖൽബിഹി, അവന്റെ ഹൃദയം കൂടുതൽ ശക്തമായി ഈമാൻ ദൃഢമാകും അത്രേ. മാത്രവുമല്ല വയസ്ദദു തസ്ദീഖുഹു ബിൽ ഉസൂലി വയസ്ദാദു ഇശ്റാഖു ഖൽബിഹി ബിനൂരിൽ ഈമാനി വതതഖവ്വ ബി സീറതിഹി ബി ലവാമിഉൽ ഇർഫാൻ. അപ്പൊ ഖൽബിന് ഈമാനികമായ ഒരു ശക്തി കിട്ടാൻ യാസീൻ ഓതുന്നത് കേട്ടാൽ മതി. ആര് കേട്ടാൽ മതി? മരണാസന്നനായ മനുഷ്യൻ മരിക്കുമെന്ന് ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ശരീരത്തിന് അത് ബോധ്യമാകുന്നു, അവന്റെ മനസ്സ് അത് അംഗീകരിക്കുന്നു. അവന്റെ ശരീരം കുഴഞ്ഞു പോകുന്ന സമയത്താണ് അവന്റെ ഹൃദയം അള്ളാഹുവിലേക്ക്, അള്ളാഹ് എന്ന വിചാരത്തിലേക്ക് മുന്നിടുമ്പോ യാസീൻ ഓതുന്ന ശബ്ദം കേൾക്കുമ്പോ അവന്റെ ഹൃദയത്തിന് ശക്തി കൂടുകയും ഒരു പക്ഷെ അത് നാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹി പ്രതിഫലിക്കുകയും ചെയ്യുമെന്ന് മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ സൂറത്ത് യാസീന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാനായ ഇബ്നു മാജാ തങ്ങളുടെ സുനനിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഹാഷിയത്ത് സനദി രേഖപ്പെടുത്തുന്നത് കാണാം. ലിഅന്ന സൂറത്ത് യാസീൻ മുസ്തമിലത്തുൻ അലാ ഉസൂലിൽ അഖായിദി മിനൽ ബഅസി വൽ ഖിയാമത്തി. ഈ സൂറത്ത് യാസീനിലെ അക്ഷര ക്രമീകരണങ്ങൾ ഒരു മാസ്മരികമായ അത്ഭുതം ഒരു മരണാസന്നന്റെ മുന്നിൽ പാരായണം ചെയ്യുന്ന സമയത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ, ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. മരണാസന്നനായ മനുഷ്യന്റെ മുന്നിൽ യാസീൻ പാരായണം ചെയ്യുന്നു. മരണാസന്നൻ അത് കേൾക്കുക വഴി അവിടെ ഒരു അത്ഭുതം സംഭവിക്കുക, അയാളുടെ മനസ്സിന് ഈമാന്റെ കരുത്തു കൂടും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ യാസീൻ അധ്യായത്തിലെ അക്ഷരങ്ങളും വാക്കുകളും പദങ്ങളും പ്രയോഗങ്ങളും ആയത്തുകളും ഒക്കെ അത് വന്നിരിക്കുന്നത് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിലേക്കും പുനർജീവിതത്തിലേക്കും ഒക്കെ ഖിയാമത്ത് നാളിലേക്കും ഒക്കെ സൂചിപ്പിക്കുന്ന അഖീദയുടെ
അൽഫാദുകളാണ് വന്നിരിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയോഗങ്ങളും ഉദ്ധരണികളുമാണ് സൂറത്ത് യാസീനിൽ അഖിലം കാണാനുള്ളത്. അതൊരു മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുമെന്ന് മഹാനായ ഇമാം ഇബ്നു മാജയുടെ സുനനിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഹാഷിയത്ത് സനദി ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരണാസന്നനായ മനുഷ്യന്റെ മുന്നിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ മരണാസന്നനായ മനുഷ്യൻ അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ ഈമാനിന്റെ കരുത്തുണ്ടാകും. അയാൾക്ക് അതൊരു വലിയ ശക്തിയായി, വലിയ പ്രയോജനമായി മാറും. ധാരാളം സംഭവങ്ങൾ ഇത് സംബന്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ അൽ ജാമിഉ സഗീറിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ മഹാനായ മുഹമ്മദ് അബ്ദുർ റഊഫിനുൽ മനാവി തങ്ങളുടെ ഫൈലുൽ ഖദീറിൽ ഒരു ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും. ഹദീസ് പണ്ഡിതനായ ഇബ്നുൽ അറബി തങ്ങൾക്ക് ഒരിക്കൽ രോഗം ശക്തമായി മരണത്തിലേക്ക് എത്തുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തി. മഹാനായ ഇബ്നുൽ അറബി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, ഹദീസ് ലോകത്തെ കിടയറ്റ വ്യക്തി പ്രഭാവം, മഹാനവറുകൾ പറയാ, എനിക്ക് മരണം ബോധ്യാവാ, ഞാൻ മരിച്ചു പോവാ. ഫഖദ് മരിളതു വഗുശിയ അലയ്യ, മരണാസന്നനായ എനിക്ക് മരണത്തിന്റെ വെപ്രാളത്തിൽ ബോധക്ഷയം ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് എനിക്ക് എൻ്റെ ശരീരം മരണം അംഗീകരിക്കുന്ന ഒരു ബോധ്യപ്പെടലിലേക്ക് വഴുതി പോകുമ്പോൾ മിനൽ മൗത്ത, ഞാൻ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കുന്ന ക്ഷീണവും തളർച്ചയും ബോധക്ഷയവും ഒക്കെ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ മരണത്തിന്റെ വേദനയിലേക്ക് എത്തി. അങ്ങനെ മരണത്തിന്റെ വേദനയിൽ എത്തിയപ്പോൾ എൻ്റെ ബുദ്ധി ഇങ്ങനെ വേദന കൊണ്ട് ബുദ്ധി മറിഞ്ഞു പോവാണ്, ഒരു ബോധക്ഷയം പോലെ. ആ സമയത്ത് എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത് മഴത്തുള്ളി ചിതറി വീണ പോലെ കുറെ ആളുകൾ അക്രമ സ്വഭാവത്തോടുകൂടെ എന്നെ കൊത്തിവലിക്കാനും പിച്ചി ചീന്താനും വേണ്ടി എൻ്റെ നേരെ കുറെ അക്രമികൾ വരാം. മഴത്തുള്ളി ചിതറി വീണ പോലെ ധാരാളം അക്രമികൾ എൻ്റെ നേരെ വരാം. ഞാൻ മരണത്തിലേക്ക് വഴുതി പോകുമ്പോൾ എൻ്റെ മനസ്സിന്റെ അവസ്ഥ അങ്ങനെയാ. കുറെ ആളുകൾ എന്നെ കടിച്ചു കീറാനും പിടിച്ചു വലിക്കാനും പിച്ചി ചീന്താനും വരുന്ന പോലെ ഞാൻ ഇങ്ങനെ ആ ഒരു പ്രതീതിയിൽ കിടന്ന് ഞെരിപിരി കൊള്ളാണ്. മരണവേദനയെ അനുഭവിക്കുന്നത് അങ്ങനെ ആയിട്ട് അദ്ദേഹത്തിന് ബോധ്യാവുന്നത്. അദ്ദേഹം അത് പറയാണ്. അങ്ങനെ മഹാനവറുകൾ പറയുന്നു, ഞാൻ ഉറപ്പിച്ചു മരിക്കാണെന്ന്. അതിൻ്റെ ഒരു ഇടങ്ങേറ് എനിക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടത്. മഴത്തുള്ളികൾ ചിതറി വീണാൽ ലക്ഷോപലക്ഷം ജലഗണങ്ങളായി ചിതറിപ്പോകുന്ന പോലെ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ എന്നെ പിച്ചി ചിന്താനും പിടിച്ചു കീറാനും വലിച്ചു കെട്ടാനും വരിഞ്ഞു മുറുക്കാനും വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു അനുഭവം പോലെ മരണത്തെ എനിക്ക് അനുഭവിക്കാൻ പറ്റാ. ഞാൻ അങ്ങനെയാ മരണത്തെ അനുഭവിക്കുന്നത്. ആ ഒരു മാനസിക പ്രതിസന്ധിയിലും ശാരീരിക തളർച്ചയിലും പെട്ടെന്ന് എൻ്റെ മുന്നിൽ എന്നെ സമാധാനിപ്പിക്കാനും എന്നെ സന്തോഷിപ്പിക്കാനും വ്യാകുല ചിത്തമായി കൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിനെ ഏകാഗ്രതയിൽ പിടിച്ചു നിർത്താനും പെട്ടെന്ന് ഒരു മനുഷ്യൻ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നു എൻ്റെ മുന്നിൽ. നല്ല ഭംഗിയുള്ള മനുഷ്യൻ. എൻ്റെ ബുദ്ധി മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഓടുന്ന ഈ ചിത്രം, ഈ ബുദ്ധിയുള്ള ഈ മഹാനായ മനുഷ്യൻ വന്നുകൊണ്ട്, കാണാൻ സൗന്ദര്യമുള്ള ആരോഗ്യവാനായ മനുഷ്യൻ വന്നുകൊണ്ട് ലക്ഷോപലക്ഷം വരുന്ന എന്നെ പിച്ചി ചീന്താൻ വരുന്നു എന്നെനിക്ക് തോന്നുന്ന ആ ശത്രുക്കളെ പ്രതിരോധിക്കാൻ, അക്രമികളെ പ്രതിരോധിക്കാൻ ഈ ഒരൊറ്റ മനുഷ്യൻ നിന്നുകൊണ്ട് മെനക്കെടുന്നു. അയാൾ അതിൽ വിജയിക്കുന്നു. പെട്ടെന്ന് എൻ്റെ ശരീരത്തിന് ഒരു ആശ്വാസം കിട്ടുന്നു. അള്ളാഹുവിന്റെ ഖളാ, ഞാൻ മരിക്കലല്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പതുക്കെ ആരോഗ്യത്തോടെ തിരിച്ചു വന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നു. മരിക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയ ഒരു ഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച മരണവേദനയുടെ ആ വെപ്രാളത്തിന്റെ ഒരു അനുഭൂതി ഈ രീതിയിൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വായിച്ചെടുത്തപ്പോൾ എന്നെ അവിടെ പ്രതിരോധിക്കാൻ, എൻ്റെ മനസ്സിന് കരുത്ത് പകരാൻ ഒരു സുന്ദരനായ മനുഷ്യന്റെ രൂപം എൻ്റെ മനസ്സിൽ ഒരു ചിത്രമായി വന്നപ്പോൾ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് എൻ്റെ കാതിൽ, എൻ്റെ കർണപുടങ്ങളിൽ ഞാൻ കേൾക്കുന്നത് സൂറത്ത് യാസീന്റെ മനോഹരമായ ശബ്ദമാണ്. എൻ്റെ ബുദ്ധി മറിഞ്ഞ് മരണത്തോട് ഞാൻ മല്ലടിക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ എന്നെ പ്രതിരോധിക്കാൻ വന്ന ആ സുന്ദരനായ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സൂറത്ത് യാസീനാണെന്ന്. അത് കേട്ടതോടുകൂടെ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടിയത്. എന്നെ പ്രതിരോധിക്കാൻ വന്ന ആ സൂറത്ത് യാസീൻ എന്ന ആ ഉത്തരം ഞാൻ കേട്ടതിന്റെ തൊട്ടടുത്ത സമയം കണ്ണു തുറന്നു. ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാ. എൻ്റെ തലഭാഗത്തിരുന്ന് മരണാസന്നനായ എനിക്ക് കേൾക്കത്തക്ക ശബ്ദത്തിൽ, ഭംഗിയിലും വൃത്തിയിലും കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് എൻ്റെ വാപ്പ യാസീൻ ഓതുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ ആ മരണാവസ്ഥയിൽ നിന്നും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട്
സൂറത്ത് യാസീൻ നിങ്ങൾ മരണാസന്നന്റെ മുന്നിൽ ഓതുക വഴിയുള്ള നേട്ടം ഇങ്ങനെയാണെന്ന് മഹാനായ ഹദീസ് പണ്ഡിതൻ ഇബ്നുൽ അറബി തങ്ങൾ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ അനുഭവമായി അദ്ദേഹം രേഖപ്പെടുത്തിയത് മഹാനായ മുഹമ്മദ് അബ്ദുർ റഊഫുൽ മനാവി തങ്ങൾ അദ്ദേഹത്തിന്റെ ഫൈലുൽ ഖദീറിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മരണാസന്നന്റെ മുന്നിൽ മാനസിക പ്രതിസന്ധികളിൽ പ്രതികൂലമായി വരുന്ന എല്ലാ അവസ്ഥകളെയും തച്ചു തകർത്ത് തരണം ചെയ്യാൻ, മനസ്സിനെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പിടിച്ചു നിർത്താൻ മരണാസന്നൻ ജീവിച്ചിരിക്കുന്നവർ ഓതുന്ന യാസീന്റെ ശബ്ദം കേൾക്കണം. ഇത് സുന്നത്താണ്. ഇത് സംബന്ധമായി റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഫഖറഉ ഇൻദ മൗതാകും സൂറത്ത് യാസീൻ. മിഷ്കാത്തിലുണ്ട് ഹദീസ്, വേറെ ധാരാളം ഹദീസിന്റെ കിതാബുകളിലുണ്ട്. നിങ്ങളിൽ മരണാസന്നനായ ആൾക്ക് നിങ്ങൾ സൂറത്ത് യാസീൻ ഓതണം. ഫഖറഉ അലാ മൗതാകും മൻ ഹദറഹുൽ മൗതു. മരണം ആസന്നമായ ആൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണാസന്നനായ മനുഷ്യന്റെ മുന്നിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോ വലിയ പ്രതിഫലമാണ് കിട്ടുന്നത്. ഓതുന്നവന് കൂലിയുണ്ട്, കേൾക്കുന്നവന് വലിയ മാറ്റങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. റൂഹുൽ ബയാൻ രേഖപ്പെടുത്തുന്നു, മറ്റ് കിതാബുകൾ രേഖപ്പെടുത്തുന്നു. മാമിൻ മയ്യിത്തിൻ യുഖറഉ അലൈഹി യാസീൻ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി. മരണം എളുപ്പമാകും. അതോടൊപ്പം അയ്യുമാ മുസ്ലിമിൻ ഖുരിഅ ഇൻദഹു ഇദാ നസല ബിഹി മലക്കുൽ മൗതി സൂറത്തു യാസീൻ നസല ബികുല്ലി ഹർഫിൻ മിൻഹാ അശറത്തു അംലാക്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മരണാസന്നന്റെ മുന്നിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ യാസീൻ അധ്യായത്തിലെ ഓരോ അക്ഷരത്തിനും 10 മലക്ക് എന്ന കണക്കിൽ ലക്ഷോപലക്ഷം മലക്കുകൾ മരണാസന്നന്റെ വീട്ടിൽ, മരണാസന്നന്റെ പരിസരത്ത് ഇങ്ങനെ വന്ന് സഫായി നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു മരണാസന്നന്റെ മുന്നിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ യാസീൻ അധ്യായത്തിലെ അക്ഷരങ്ങളിൽ ഒരക്ഷരത്തിന് 10 മലക്ക് എന്ന കണക്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് ഈ മരണാസന്നന്റെ പരിസരത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും, ലക്ഷോപലക്ഷം മലക്കുകൾ. എന്നിട്ടോ ഈ മരണാസന്നന് വേണ്ടി ദുആരക്കും മലക്കുകൾ ദുആരക്കും. യുസല്ലൂന വയസ്തഗ്ഫിറൂന ലഹു. പടച്ചറബ്ബേ, ഈ മനുഷ്യന് നീ ഗുണം ചെയ്യണേ, അല്ലാഹുവേ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ. അങ്ങനെ മരണാസന്നൻ യാസീൻ കേട്ടുകൊണ്ട് മരിക്കുകയാണ്. മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യത്തിൽ മരിക്കുകയാണ്. ഇനി ആ മയ്യത്ത് കുളിപ്പിക്കുന്നോടത്ത് വേശുഹദൂന ഗസ്ല. ഈ വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് മലക്കുകൾ ആ ജനാസ അനുഗമനത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്നോടത്ത് പങ്കെടുക്കുന്നു. വയത്തബിഊന ജനാസതഹു. മഹാന്മാരായ മലക്കുകൾ ഈ ജനാസയെ അനുഗമനം ചെയ്യുന്നു. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ അനുഗമനത്തിൽ മലക്കുകളുടെ പെരുപ്പം കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി മലക്കുകൾ സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പോലും പറഞ്ഞ വിധം സ്വഹാബിയുടെ ജനാസ അനുഗമനത്തിൽ മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ അത് കണ്ടതാണ്. അതേ നബി തന്നെ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, സൂറത്ത് യാസീൻ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുന്ന നേരത്ത്, നമ്മൾ മരണം സംഭവിക്കുന്ന സമയത്ത് അവരെ കേൾപ്പിച്ചങ്ങ് ഓതിക്കഴിഞ്ഞാൽ അവർ യാദർച്ഛികമായി അതിന്റെ ഭാഗമായി അവരിൽ തനിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വായിൽ വരിക വഴി അവർ മൂമിനായി മരിക്കുകയും മാത്രവുമല്ല, സൂറത്ത് യാസീൻ ഓതിയതിന്റെ പേരിൽ യാസീൻ അധ്യായത്തിലെ ഒരക്ഷരത്തിന് 10 മലക്കെന്ന കണക്കിൽ ലക്ഷോപലക്ഷം മലക്കുകൾ ഈ മനുഷ്യന്റെ മുന്നിൽ സഫ് കെട്ടി നിൽക്കുകയും ഇയാൾ കലിമ ചൊല്ലി മരിക്കാൻ വേണ്ടി ദുആരക്കുകയും ഇയാൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും അതോടൊപ്പം മരണം കഴിഞ്ഞ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഈ മലക്കുകൾ പങ്കെടുക്കുകയും ജനാസ അനുഗമനത്തിൽ പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൂടെ പോവുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയുസല്ലൂന അലൈഹി വയശ്ഹദൂന ദഫന. അങ്ങനെ പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോവല്ലേ, പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ യാസീൻ കേട്ട് മരിച്ചവനാണോ അവന്റെ മയ്യത്ത് നിസ്കാരത്തിൽ ഈ ലക്ഷക്കണക്കിന് മലക്കുകൾ പങ്കെടുക്കുകയും ഖബറിൽ വെക്കുന്നോടത്തും ഖബറിൽ മണ്ണിട്ട് മൂടുന്നോടത്തും നമ്മൾ മനുഷ്യര് ബന്ധുക്കളെല്ലാവരും
തടിച്ചുകൂടി നിൽക്കുന്നോടത്തും ഈ മലക്കുകൾ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ കേട്ടോളൂ, ഈ ഒരവസ്ഥയെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ഓടി വരുന്നത് മഹാനായ ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ വഫാത്താണ്. 96 മഹാനവറുകൾ വഫാത്താവാ. യാസീൻ കേട്ട്, യാസീൻ ഓതിയവരുടെ കൂടെ ഓതി, യാസീൻ കേട്ട് മഹാനവറുകൾ മരിക്കുകയാണ്. യാസീൻ ഓതി തീരുന്നപ്പോ സുബഹി ബാങ്ക് വിളിച്ചു, ബാങ്കിന് ഉത്തരം ചെയ്തു. ബാങ്കിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശംസുൽ ഉലമയുടെ അവസാനത്തെ വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ ഒരു മരണം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല മഹാന്മാരും. യാസീൻ കേട്ട് മരിച്ചവന്റെ കഥയായി ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്നാൽ കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, അയ്യുമാ മുസ്ലിമിൻ ഖറഅ സൂറത്ത യാസീൻ വഹുവ ഫീ സക്കറാത്തിൽ മൗതി. ഒരു മരണാസന്നന്റെ മുന്നിൽ നമ്മൾ യാസീൻ ഓതുമ്പോ അയാളത് കേട്ട് ഓതുകയാണ്. അയാൾ കേട്ട് കിടക്കല്ല, കിടക്കുന്നതിന്റെ കൂടെ അയാൾ മരണാസന്നനും ഈ യാസീൻ ഓതുന്നു. ഈ യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ മലക്ക് ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാം വരികയും റൂഹ് പിടിക്കാൻ നേരം ഇയാൾ യാസീൻ ഓതിയാണല്ലോ കിടക്കുന്നത് എന്ന പരിഗണനയിൽ ഇസ്രായീൽ അലൈഹിസ്സലാം പോയി സ്വർഗത്തെ കാക്കുന്ന മഹാനായ റിദ്വാൻ എന്ന മലക്കിനെ അലൈഹിസ്സലാം കൊണ്ടുവരും. റിദ്വാൻ അലൈഹിസ്സലാം മരണാസന്നനായ മനുഷ്യന് യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. ആ യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്ന മരണാസന്നന് മരണത്തിന്റെ നേരത്തെ ദാഹജലമുണ്ടല്ലോ, സ്വർഗത്തിന്റെ വെള്ളമാ കൊണ്ടുവരുന്നത്. ആര്? സ്വർഗം കാക്കുന്ന മലക്ക് ഇസ്രായേൽ അലൈഹിസ്സലാം വിളിച്ചു കൊണ്ടുവന്നതാണ്. ഈ മരണാസന്നനെ ആ വെള്ളം കുടിപ്പിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെള്ളം കുടിച്ചാൽ പിന്നെ മരണാസന്നന് മരണനേരത്തെ ദാഹമില്ല. ഈ യാസീൻ കേട്ടതിന്റെ കൂടെ അയാൾ ഓതിയതും കൂടിയാണ് അതിന് കാരണം. പിന്നെയോ അയാൾ ഖബറിലെത്തിയാൽ വർഷങ്ങളോളം ഖബറിൽ കിടക്കണം. ജീവനുള്ള ശരീരമാണ് ഖബറിലുള്ളതെന്നാ നമ്മൾ വിശ്വസിക്കുന്നത്. അയാൾക്ക് ഖബറിൽ കിടന്ന് ഇത്രയും വർഷം ഞെരിപിരി കൊണ്ടപ്പോഴും ഖബറിന്റെ ഏകാന്തതയിലും അദ്ദേഹത്തിന് ദാഹമില്ല. ബഅസിന്റെ നേരത്ത്, ഖിയാമത്ത് സംഭവിച്ച ബഅസിന്റെ നേരത്ത് ഖബറിൽ നിന്നും എഴുന്നേറ്റ് പോകുമ്പോഴും മഹ്ശറയിലും അയാൾക്ക് ദാഹമില്ല. എന്താ കാരണം? അയാൾ യാസീൻ ഓതിക്കൊണ്ടിരിക്കെ മരിച്ചവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് റൂഹുൽ ബയാനിലുണ്ട്, സാവിയിലൊക്കെ ഉണ്ട്. ഇനി കേട്ടോളൂ, നമ്മൾ പലയിടങ്ങളിലും ഖബർസ്ഥാനിൽ ചൊല്ലുമ്പോൾ യാസീൻ ഓതാറുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മളൊരു ഖബർസ്ഥാനിൽ എത്തിക്കഴിഞ്ഞാൽ മരിച്ചുപോയവർക്ക് വേണ്ടി യാസീൻ ഓതാറുണ്ട്. അതിന്റെ പ്രതിഫലം കേട്ടോളൂ. റൂഹുൽ ബയാൻ, അതുപോലെ തന്നെ തുഹ്ഫത്തുൽ അഹ്വദി എന്ന ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥത്തിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ്. ഞാൻ അവസാനിപ്പിക്കാണ്, പെട്ടെന്ന് പറയാം. അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദഖലൽ മഖാബിറ ഫഖറഅ സൂറത യാസീൻ. ആരെങ്കിലും ഒരു ഖബർസ്ഥാനിലെത്തി എന്നിട്ട് സൂറത്ത് യാസീൻ അവിടെ പാരായണം ചെയ്താൽ അല്ലാഹു തആല ഖഫഫല്ലാഹു അൻഹും, ആ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ട എല്ലാ മൗതാക്കൾക്കും, അവിടെ മറവ് ചെയ്യപ്പെട്ട എല്ലാവർക്കും ഇവൻ ഇവിടെ നിന്ന് ഓതിയ, ഖബർസ്ഥാനിൽ നിന്ന് ഓതിയ യാസീന്റെ ഗുണം അവിടെ എത്തിക്കുകയും ഖബറിന്റെ എല്ലാ ശിക്ഷകളിലും അള്ളാഹു ഇളവ് നൽകുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഖബർസ്ഥാനിൽ നിന്ന് ഒരാൾ യാസീൻ ഓതി കഴിഞ്ഞാൽ അവിടെ മറവ് ചെയ്ത എല്ലാ ഖബറിലും അതിന്റെ ഒരു എളുപ്പം, അതിന്റെ ഒരു അനുഭവം, അതിന്റെ ഒരു ബർക്കത്ത് എല്ലാ ഖബറിലും എത്തുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരെയും അല്ലാഹു തആല ഞെരുക്കങ്ങളിൽ നിന്നും എളുപ്പത്തിലേക്കാക്കും. ഖബറിലെ ശിക്ഷ അല്ലാഹു ലഘുവാക്കി കൊടുക്കും. ഖബറിന്റെ അടങ്ങേർ അല്ലാഹു ലഘുവാക്കി കൊടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി പറയാം, ഒരു ഖബർസ്ഥാനിൽ നിന്ന് ഒരാൾ യാസീൻ ഓതി കഴിഞ്ഞാൽ ഏത് ഖബറിന്റെ അടുത്ത് നിന്നാണോ ഓതുന്നത് ആ ഖബറിൽ മാത്രമല്ല, ആ കോമ്പൗണ്ടിൽ മറവ് ചെയ്തിരിക്കുന്ന എല്ലാ ഖബറിലും ഇതിന്റെ ഒരു അനുഭവം ആ ഖബറുകളിലൊക്കെ ഉണ്ടാവും. അവരനുഭവിക്കുന്ന അസ്വസ്ഥതകളിൽ അല്ലാഹു തആല എല്ലാ നിലക്കും അല്ലാഹു ഇത് ലഘുവാക്കി കൊടുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഇത് ഓതിയ ആൾക്ക് അവിടെ എത്ര പേരെ മറവ് ചെയ്തിട്ടുണ്ടോ അത്രയും ആളുകളുടെ എണ്ണം അനുസരിച്ച് ഇവ മുഖേന എല്ലാ ഖബറിലും അതിന്റെ ഗുണം കിട്ടിയല്ലോ. അപ്പൊ ആ ഖബർസ്ഥാനിൽ എത്ര പേരെ മറവ് ചെയ്തിട്ടുണ്ടോ, കാന ലഹു ബിഅദദി മൻ ഫീഹാ ഹസനാത്ത്, അവിടെ എത്ര പേരെ മറവ് ചെയ്തിട്ടുണ്ടോ അവരുടെ എണ്ണം അനുസരിച്ച് ഇവന് നന്മ അള്ളാഹു രേഖപ്പെടുത്തും. ഒരുപാട് ആളുകളുള്ള ഖബർസ്ഥാനാണെങ്കിൽ അതനുസരിച്ച് നന്മയിൽ
കൂടുതലുണ്ടാവും. അങ്ങനെ അല്ലാഹു തആല വലിയ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് യാസീൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. സൂറത്ത് യാസീൻ മൻ ഖറഅഹ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഇമാം ഖുർത്തുബി ഖുർആൻ വ്യാഖ്യാനിച്ച് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഹദീസ് റൂഹുൽ ബയാൻ രേഖപ്പെടുത്തുന്നുണ്ട്. മൻ ഖറഅഹ ഉദിലത് ലഹു 20 ഹജ്ജ, ഒരു യാസീൻ മനസ്സിൽ തട്ടിയിട്ട് ഓതണ്ട പോലെ ഓതിയ 20 ഹജ്ജ് ചെയ്ത കൂലി വരെ കിട്ടാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാസീൻ ശ്രദ്ധയോടെയും താല്പര്യത്തോടെയും ആഗ്രഹത്തോടെയും ബഹുമാനത്തോടെയും ഹൃദയം കൊടുത്തങ്ങ് കേട്ടിരുന്നാൽ തന്നെയും 1000 ദീനാർ സദഖ ചെയ്ത കൂലി കേട്ടിരിക്കുന്നവന് കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കേട്ടിരിക്കലിന്റെ ആത്മാർത്ഥത അത്രയും ഉണ്ടാവണം. ഇനി കേട്ടോളൂ. മൻ കതബഹ സുമ്മ ശരിബഹ ഉദ്ഖിലത് ജൗഫഹു അൽഫ് ദവാഇൻ വ അൽഫ് നൂരിൻ വ അൽഫ് ബറക വ അൽഫ് റഹ്മ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ നുസിഅ മിൻഹു കുല്ലു ദാഇൻ വ ഗിൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ യാസീൻ എഴുതി പിഞ്ഞാണത്തിലോ മറ്റോ ഒക്കെ എഴുതിയിട്ട് അതങ്ങ് കുടിച്ചു, അതിന്റെ അദബുകളൊക്കെ പാലിച്ച് പിഞ്ഞാണം എഴുതി യാസീൻ പിഞ്ഞാണം എഴുതി കുടിച്ചാൽ അല്ലാഹു തആല യാസീൻ പിഞ്ഞാണം എഴുതി കുടിക്കുന്ന ആളുടെ ശരീരത്തിന്റെ അകത്തേക്ക് 1000 പ്രതിരോധ ശക്തി, 1000 മരുന്ന്, 1000 രോഗങ്ങൾക്കുള്ള മരുന്ന് എത്തിക്കുകയും അവന്റെ ഹൃദയത്തിൽ വെളിച്ചം എത്തിക്കുകയും അവനിൽ 1000 ബറക്കത്ത് എത്തിക്കുകയും അതുപോലെ തന്നെ 1000 റഹ്മത്ത് എത്തിക്കുകയും അവന്റെ ശരീരത്തിലുള്ള ഹൃദയത്തിലുള്ള എല്ലാ ദുഷിച്ച ചിന്തകളും മറ്റും അള്ളാഹു ഊരിക്കളയുകയും ചെയ്യുമെന്ന് പുണ്യ നബി റൂഹുൽ ബയാൻ ഖുർത്തുബി ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൻ ഖറഅ സൂറത യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹു, ഒരു മനുഷ്യൻ രാത്രിയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവനാണെങ്കിൽ അവൻ നേരം വെളുക്കുമ്പോഴേക്കും പാപം പൊറുത്തവനായിട്ടാ വരാ. ചില റിവായത്തിൽ കാണാം അത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച റിവായത്തിൽ ലൈലത്തുൽ ജുമുഅ, ചില റിവായത്തിൽ കാണാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് യാസീൻ പാരായണം ചെയ്തിരിക്കണം. നീ കേട്ടോളൂ മറ്റൊരു ഹദീസ്. യാസീൻ ലിമാ ഖുരിഅത് ലഹു, റൂഹുൽ ബയാനിൽ കാണാം ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഒരു നല്ല നിയ്യത്ത് മനസ്സിൽ വെച്ചിട്ട് യാസീൻ അങ്ങോതിയാൽ ആ നിയ്യത്ത് വെച്ച കാര്യം അല്ലാഹു നേടിക്കൊടുക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാസീൻ ലിമാ ഖുരിഅത് ലഹു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹുൽ ബയാൻ ആ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അധ്യായത്തെ വലിയ സ്നേഹത്തോടു കൂടെയാണ് ഈ അധ്യായത്തോട് സമീപിച്ചിട്ടുള്ളത്. അവിടുത്തെ ജീവിതത്തിലെ യാസീൻ മുടങ്ങിയിട്ട് കിടന്നുറങ്ങിയിട്ടില്ല. ഹബീബായ നബി തങ്ങൾ പറയുന്നു, സ്വർഗത്തിലെത്തിയാലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യും. സ്വർഗത്തിലെത്തിയാലും സ്വർഗവാസികൾ പാട്ടുപോലെ പാടി നടക്കുന്ന 3 അധ്യായങ്ങളുണ്ട്. 1 സൂറത്ത് ത്വാഹ, 2 സൂറത്ത് മറിയം, 3 സൂറത്ത് യാസീൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചില റിവായത്തിൽ കാണാം സൂറത്ത് യൂസുഫും കൂടി ഉണ്ട് എന്ന്. ഏതായാലും സ്വർഗത്തിലെത്തിയാലും സൂറത്ത് യാസീന്റെ പാരായണം ഉണ്ട്. ഒരു ഹദീസും കൂടി പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നല്ലാഹ അസ്സ വജല്ല, ഹദീസ് റൂഹുൽ ബയാനിലുണ്ട്. ഇന്നല്ലാഹ അസ്സ വജല്ല ഖറഅ ത്വാഹ വ യാസീൻ ഖബ്ല അൻ ഖലഖ ആദമ ബി അൽഫി ആം, ആദം നബിയെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുന്നേ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദാത്തിന് യോജിക്കുന്ന രീതിയിൽ, അവന്റെ രീതിക്ക് യോജിക്കുന്ന രീതിയിൽ രാജാതിരാജനായ തമ്പുരാൻ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹയും സൂറത്ത് യാസീനും ആദം നബിയെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുന്നേ പാരായണം ചെയ്യുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ പാരായണം കേട്ട് മഹാന്മാരായ മലക്കുകൾ ചോദിക്കും. മലക്കുകൾ പറയും, തൂബാലി ഉമ്മത്തിൻ യൻസിലു അലൈഹിം ഹാദാ വതൂബാലി അൽസുനിൻ തതകല്ലമു ബിഹാദാ വതൂബാലി അജ്വാഫിൻ തഹ്മലു ഹാദാ. പടച്ചറബേ, നീ പാരായണം ചെയ്യുന്ന സൂറത്ത് ത്വാഹയും സൂറത്ത് യാസീനും അത് ഏതൊരു സമൂഹത്തിലാണോ നീ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, ആ സമൂഹമേ നിങ്ങളെത്ര ഭാഗ്യവാന്മാർ. ഈ അധ്യായം പാരായണം ചെയ്യുന്ന നാവുകളെ നിങ്ങളെത്ര ഭാഗ്യമുള്ള നാവുകളാണ്. വതൂബാലി അജ്വാഫിൻ തഹ്മലു ഹാദാ, ഈ അധ്യായത്തെ മനപ്പാടമാക്കുന്ന ഹൃദയങ്ങളെ നിങ്ങളെത്ര ഭാഗ്യമുള്ള ഹൃദയങ്ങളാണെന്ന് അള്ളാഹു ആദം നബിയെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുന്നേ സൂറത്ത് ത്വാഹയും സൂറത്ത് യാസീനും പാരായണം ചെയ്യുന്നത് കേട്ടപ്പോ അന്ന് മലക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾക്കൊക്കെ യാസീൻ എന്ന് പേര് വെക്കാറുണ്ട്, മുഹമ്മദ് യാസീൻ എന്ന് പേര് വെക്കാറുണ്ട്. നല്ല പേരാണത്. കേട്ടോളൂ ഹദീസ്.
റൂഹുൽ ബയാൻ തന്നെ രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇന്നല്ലാഹ സമ്മാനി ബിസബഅതി അസ്മാ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു പേര് ചൊല്ലി വിളിച്ച 7ഓളം പേരുകൾ പ്രധാനമായും പറയപ്പെടുന്നു. ഹബീബ് പറയാ, 7 പേരുകൾ അള്ളാഹു ഖുർആനിലൂടെ എന്നെ വിളിച്ചതാണ്. ഒന്നാമത്തെ പേര് മുഹമ്മദ് എന്ന പേരാണ്. രണ്ടാമത്തെ പേര് അഹ്മദ് എന്ന പേരാണ്. മൂന്നാമത്തെ പേര് ത്വാഹ എന്ന പേരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ പേരാണ് ഇതൊക്കെ. മൂന്നാമത്തെ പേര് ത്വാഹയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ പേര് യാസീൻ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തെ പേര് മുസമ്മിൽ എന്നാണ്, റസൂലുള്ളാഹിനെ വിളിച്ച പേരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തെ പേര് മുദ്ദസിർ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത്തെ പേര് അബ്ദ് എന്ന പ്രയോഗത്തിൽ അബ്ദുല്ലാ എന്ന പേര്, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, അബ്ദ് അബ്ദുല്ലാ എന്ന പേരാണ്. അങ്ങനെ 7 പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനെ അള്ളാഹു സ്നേഹത്തോടു കൂടെ വിളിച്ച പേരാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് യാസീൻ എന്ന പേര്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ പരിശുദ്ധമായ റജബ് മാസമാണ്. റജബ് മാസത്തിൽ ബറക്കത്ത് ഇരട്ടി നേടാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള അമലുകൾ ചെയ്യണം. അങ്ങനെ അമല് തേടി നടക്കുന്നവർക്ക് ഏറ്റവും ശ്രദ്ധേയമായ അമലാണ് സൂറത്ത് യാസീൻ. അതിന്റെ എല്ലാ ബറക്കത്തുകളിലേക്കും നമുക്ക് എത്തണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ.